ഹലോ ഗായ്സ്, നിങ്ങൾ ഇളമ്പക്ക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇളമ്പക്ക എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ഉണ്ടാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ വേറെ ആരെയും നിന്ന് വാങ്ങിയത്, നമ്മളവിടെ അനിയൻ തന്നെ പിടിച്ച് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഇത് കരയിലും അല്ല ഉണ്ടാവുക, ആഴം കൂടിയ കടലിലും അല്ല, രണ്ടിലും ഇടയപ്പെട്ട നമുക്ക് മുങ്ങിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് എരുന്തിൻ്റെ വർഗ്ഗത്തിൽ പെടുന്നതാണ്, പക്ഷേ ഇത് എരുന്തല്ല. അതിനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പമുണ്ട്. എന്താകുമ്പോൾ ചെറിയ സ്മെല്ലുണ്ടാവുമല്ലോ, അപ്പോൾ ഇതിന് സ്മെല്ലൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇതിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ നന്നായി നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൂഴിയൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. നല്ല വൃത്തിയിൽ പൂഴിയൊക്കെ കോക്കി വൃത്തിയായിട്ട് കഴുകണം. ഒരു വട്ടമൊന്നും കഴുകിയപ്പോൾ 2-3 വട്ടമൊക്കെ കഴുകണം, എന്നാലേ ഉള്ള വൃത്തിയാവുള്ളൂ. കാരണം ഇതിൻ്റെ വെള്ളം കൂടി ഉപയോഗിക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. നല്ല 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 വൃത്തിയിൽ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കാരണം കുറച്ചധികം ടൈം ഇത് വെന്ത് വരേണ്ടതുണ്ട്. കാരണം കൂടുതൽ ക്വാണ്ടിറ്റിയും കൂടി ഉള്ളതുകൊണ്ട് നമ്മളിത് വിറകടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ വേവിക്കേണ്ടി വരും. നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഏകദേശം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, എല്ലാ ഭാഗവും ഒന്ന് തുറന്ന് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. തീ നന്നായിട്ട് കത്തണം, എന്നാലും ഉള്ളത് തുറന്ന് വരാം. നമ്മൾ 10-15 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗങ്ങളും ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഡലിച്ചെമ്പിലായതുകൊണ്ട് ഇളക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈം അധികം തന്നെ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റണം. കാരണം ഇത് മറിച്ചിടുമ്പോൾ നല്ല വെയിറ്റും ഉണ്ട്, നല്ല ചൂടുമാണ്. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ നോക്കണം. ഇത് നമ്മൾ 10-15 മിനിറ്റ് നേരം ചൂടാറാൻ വെക്കണം. കാരണം നല്ല ചൂടാണ്, കൈ തൊട്ടാൽ പൊള്ളുന്ന ടൈപ്പ് ചൂടാണ്. അപ്പോൾ ഏകദേശം ആ സമയം കഴിയുമ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പരിപാടി. ഇതെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് പൊളിച്ചവർക്കറിയാം, കാരണം തോന ഉണ്ടാവുമ്പോൾ പിന്നെ പറയും വേണ്ടാലോ. നമ്മളെ കൊണ്ട് ഏതായാലും ഒറ്റക്ക് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായി. അപ്പം ഉമ്മനെയും കൂടി സഹായത്തിന് വിളിച്ച് നമ്മൾ രണ്ടാളും കൂടി ഇത് സ്പീഡിൽ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര ടൈം പോയെന്നൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഒരു പൊളിക്കൽ കഴിഞ്ഞാൽ അടുത്ത ടാസ്ക്കാണ് ഇതിൻ്റെ കാട്ടം പോക്കൽ. അപ്പോൾ നമ്മൾ ഇതിനൊരു എളുപ്പപ്പണി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ പൊളിച്ച് വെച്ചത് ഇത് നിരത്തി വെച്ചതിൻ്റെ ശേഷം നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക്കിനോണ്ട് ഇങ്ങനെ മടക്കുക. മടക്കി വെച്ചതിൻ്റെ ശേഷം നമ്മളെ കയ്യിലുള്ള അമ്മിക്കല്ലില്ലേ, അമ്മിക്കുട്ടി എന്ന് പറയും, അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പ്രസ് ചെയ്യരുത്, ഒന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാട്ട ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇതിൻ്റെ കാട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കാൽസ്യം ഇതിൻ്റെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതാണ്. നമ്മൾ പലർക്കും അറിയാതെ പോകുന്നൊരു കാര്യം. ഇതിലേക്ക് മസാലപ്പൊടി ആയിട്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ നമുക്ക് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, എല്ലാം കുറഞ്ഞ അളവിലുള്ളൂ കേട്ടോ, കൂടുതലൊന്നും ആയിപ്പോകരുത്. പിന്നെ കുറച്ച് പെരുംജീരകം ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിന് മസ്റ്റാണല്ലോ. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലപ്പൊടികളും നന്നായി ബാലൻസ് ആയി വരുമ്പോഴേ ഉള്ളൂ എന്ത് ഭക്ഷണത്തിനാണെങ്കിലും അതിൻ്റേതായ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നമ്മൾ അപ്പം തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ച് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ എടുത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ചെറിയ എണ്ണയിലാണ് ഇതൊന്ന് മാറ്റിയെടുക്കുന്നത്. എണ്ണയല്ല, നമ്മൾ വെളിച്ചെണ്ണ ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മറ്റ് മസാലക്കൂട്ടുകൾ റെഡിയാക്കുന്ന കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ട് മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏകദേശം ഈ പാകത്തിൽ ആഴ്ത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ഉള്ളി മസ്റ്റായിട്ട് വേണം നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കുമ്പോൾ. ഉള്ളി, തക്കാളി, ഇത് രണ്ടും നമുക്ക് മസ്റ്റായിട്ട് വേണ്ടായിട്ട് ഒഴിച്ചിട്ടൊരു കളിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിലിട്ടിട്ടാണ് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല എളുപ്പപ്പണി. കാരണം ഓൾറെഡി നമ്മൾ ടൈം കുറേ പോയിട്ടുണ്ട് ഇതിൻ്റെ തോല് പൊളിച്ചിട്ട്. തീരെ വെള്ളം ഒഴിക്കാതെ വേണം നമുക്ക് ഉള്ളി വേവിച്ചെടുക്കാൻ. ഏകദേശം 2 വിസിലെങ്കിലും ഇടണം. അപ്പോൾ നമുക്ക് ഉള്ളി ഏകദേശം വെന്തതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫുഡിന് കുറച്ചും കൂടി ടേസ്റ്റ് വർദ്ധിപ്പിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി അടുത്ത നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആദ്യം ഉലുവായിരുന്നു ഇടേണ്ടത്, നമ്മൾ മറന്നുപോയി. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടതിന് ശേഷമാണ് ഉലുവ ഇട്ടത്. നിങ്ങൾ ആദ്യം ഉലുവ പൊട്ടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇടുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഉള്ളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വെന്തിക്കണം. അപ്പോൾ ഉള്ളിയിലേക്ക് നമ്മൾ പുറത്തുനിന്ന് വെള്ളം ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഉള്ളി നന്നായി വെന്തതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വേഗം തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം.
തക്കാളിയിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നത് രണ്ടും കൂടി മിക്സ് ആയിട്ടൊന്ന് കുറച്ച് നേരം വേവണം. അപ്പം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി ഒന്ന് വെന്തതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കടൽ മത്സ്യങ്ങളോ ചെമ്മീൻ, പീരന്ത് ഇതുപോലുള്ളതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചിലർ കാണാം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യരുത്. കാരണം നമ്മുടെ ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമാവും. നമ്മൾ അത് ആഡ് ചെയ്ത് പകരം പെരുംജീരകം ആഡ് ചെയ്യുക. അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ. ഇത് ഇരുന്ന് വേവിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഇരുന്ന് വേവിച്ചെടുത്തത് അന്ന് ആദ്യം മാറ്റി വെച്ചതാണ്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് വെന്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം 2-3 മിനിറ്റ് ഒന്ന് അടച്ച് അതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മസാലകളൊക്കെ നന്നായി വെന്ത പാകമായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇളമ്പൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം പൊരിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏകദേശം 3/4 ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്താണ് നമ്മുടെ ഇളമ്പക്ക ഫ്രൈ റെഡിയായി. ഇത് രണ്ടും നമ്മുടെ ഫ്രൈയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന 2 സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇളമ്പക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എരുന്തും ഇതുപോലെ ഇത് വെച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതേ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് നല്ല രുചിയായിരിക്കും. സെർവ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ഇടാൻ പറ്റി. നമ്മൾ ഉണ്ടാക്കിയ പാടനെ കഴിച്ചു, കാരണം അത്രയ്ക്ക് രുചിയായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ലാസ്റ്റ് കാണിക്കുന്നത് ഷെല്ലിൻ്റെ മുകളിലുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ്. എത്ര മനോഹരമായിട്ടാണല്ലേ ദൈവം ഈ ലോകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.